ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം 5 കോടി വരെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പലർക്കും അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ ശരിക്കും? സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ബാങ്കുകൾ നന്നായി കൊടുക്കുന്നൊരു ലോൺ ഈ സ്കീമിൽ പെടുത്തിട്ട്, അതായത് സെക്യൂരിറ്റി ആസ്പെക്റ്റിലല്ല ഇത് വരാം. അതായത് ലോണിന് എടുക്കുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. അതായത് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി CGTMSE എന്ന് പറയാം, ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ഇതൊരു അപ്പോൾ ഈ സെക്യൂരിറ്റി, ഈ ട്രസ്റ്റ് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അവർ ഒരു പ്രീമിയം, ആനുവൽ പ്രീമിയം വാങ്ങിച്ചിട്ടാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്, ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡിഫാൾട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ്, 90% അല്ലെങ്കിൽ 75% ഈ കോർപ്പറേഷൻ ബാങ്കിന് കൊടുക്കും. ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗ്യാരണ്ടി ഫീസായിട്ട് ഇൻഷുറൻസ് പോലെ എല്ലാ വർഷവും ഒരു ചാർജ് വാങ്ങും. ഔട്ട്സ്റ്റാൻഡിങ് ടേം ലോൺ ആണെങ്കിൽ ടേം ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, 1.5%. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആണെങ്കിൽ ആ സാങ്ഷൻ എത്രയാണോ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അത്രയും ശതമാനം നമ്മൾ ഈ കോർപ്പറേഷന് ബാങ്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണം. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം 5 കോടി വരെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പലർക്കും അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ ശരിക്കും? സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ബാങ്കുകൾ നന്നായി കൊടുക്കുന്നൊരു ലോൺ ഈ സ്കീമിൽ പെടുത്തിട്ട്, അതായത് സെക്യൂരിറ്റി ആസ്പെക്റ്റിലല്ല ഇത് വരാം. അതായത് ലോണിന് എടുക്കുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. അതായത് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി CGTMSE എന്ന് പറയാം, ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ഇതൊരു അപ്പോൾ ഈ സെക്യൂരിറ്റി, ഈ ട്രസ്റ്റ് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അവർ ഒരു പ്രീമിയം, ആനുവൽ പ്രീമിയം വാങ്ങിച്ചിട്ടാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്, ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡിഫാൾട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ്, 90% അല്ലെങ്കിൽ 75% ഈ കോർപ്പറേഷൻ ബാങ്കിന് കൊടുക്കും. ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗ്യാരണ്ടി ഫീസായിട്ട് ഇൻഷുറൻസ് പോലെ എല്ലാ വർഷവും ഒരു ചാർജ് വാങ്ങും. ഔട്ട്സ്റ്റാൻഡിങ് ടേം ലോൺ ആണെങ്കിൽ ടേം ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, 1.5%. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആണെങ്കിൽ ആ സാങ്ഷൻ എത്രയാണോ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അത്രയും ശതമാനം നമ്മൾ ഈ കോർപ്പറേഷന് ബാങ്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണം.